ഇത് എൻ്റെ ഉമ്മ ജമീല, റഫീഖിൻ്റെ ഉമ്മ. നിലവിൽ പറഞ്ഞാൽ ഇവർ 1998 മരണപ്പെട്ടായിട്ട് നമ്മുടെ മൂവാറ്റുപുഴ സബ് സിവിൽ കേസിൽ ഒരു വിഷയമായിട്ട് അവർ 1900 മരണപ്പെട്ടായിട്ട് ഇങ്ങനെ വിധി തീർപ്പ് വന്നിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇത് എൻ്റെ ഉമ്മ പറയും. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവർ 2026 നമ്മുടെ തർബിയ സ്കൂളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാ കൈ കാണിച്ചേ, ആ വോട്ടിൻ്റെ ലിസ്റ്റ് കാണിച്ചേ. തുടങ്ങി കേട്ടോ, ജമീല. ഓക്കെ, ബാക്കി നിങ്ങൾ കാര്യം ബാക്കി പറഞ്ഞു. ജമീല എന്ന് പറഞ്ഞ ഞാൻ ഈ വ്യക്തി മൂവാറ്റുപുഴയിലെ KK അന്ത്രു എന്ന് പറയുന്ന ആളുടെ മകൾ പാത്തുമ്മയുടെയും തിരുവനന്തപുരം PA കാസിം വേഷ്കാർ എന്ന് പറയുന്നതിൻ്റെ മകൻ്റെ PK അബ്ദുൾ റഷീദിൻ്റെയും മകളാണ്. ഞങ്ങൾ സിവിൽ കേസിന് വേണ്ടിയിട്ട് എൻ്റെ ഇവിടെ മൂവാറ്റുപുഴ സബ് കോടതിയിൽ ഉമ്മയുടെ ആൾക്കാർ ഞാൻ മരിച്ചതായിട്ട് ഒരു തീർപ്പ് തന്ന് എന്നെ അതിൽ ചേർത്തിട്ടില്ല. മുതൽ കാശിനും ഈ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാനും ഉണ്ട്, എൻ്റെ ഒരു അനിയത്തി എന്ന് പറഞ്ഞ ഒരാളെയും അതിലൊരു ആളായിട്ട് ചേർത്തിട്ടില്ല. ഇത് ഞങ്ങൾ ഒരുപാട് 1.5 കൊല്ലമായി ഞങ്ങൾ കയറി ഇറങ്ങി എല്ലായിടത്തും നടക്കുന്നു ഇതിനൊരു തീരുമാനം കിട്ടാൻ വേണ്ടി. ഞങ്ങളെ പോലെ കള്ള ഒപ്പിട്ടും കള്ള എഴുത്തെഴുതിയും ഞങ്ങൾ എഴുതുന്ന പോലെ എഴുതിയും വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്കിൽ നിന്നും ഒക്കെ പേപ്പർ എടുത്തിട്ടുണ്ട്, വിവരാശ പേപ്പർ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഞങ്ങൾ 10 മക്കളാണുള്ളത്. ഈ പാത്തുമാക്ക് ഈ 10 മക്കൾ ഞങ്ങൾ കഷ്ടത്തിലും ഒരുപാട് ദുരിതത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വരെ ഞങ്ങൾ പരാതി വിട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ കയറി. ഞങ്ങളുടെ കേസാണെങ്കിൽ വക്കീൽ കൊടുത്ത വക്കീൽ വഴി തിരിച്ചാണ് കൊടുത്തേക്കണത്. ഒരു നീതി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വക്കീല് 2 വക്കീലുണ്ട്, ജോഷിയുണ്ട്, തോമസ് അധികാരി വക്കീലുണ്ട്, ജോഷിയുണ്ട്. 2 പേര് ആണ് ഇതിന്റെ കേസിൽ. വേറെ കുറെ വക്കീലൊക്കെ ഉണ്ട് അതിൽ. അതാരാന്നൊന്നും എനിക്ക് പേരറിയത്തില്ല. കളക്ടറെ പോയി കണ്ടു. അവര് എഴുതിയ ഇവരെ ഭൂമി അപ്പൊ അവരെ കയ്യിലാണ് ഞങ്ങളുടെ ആധാരങ്ങളല്ല. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ആധാരങ്ങളൊന്നും. എല്ലാ തെളിവും അവരെ കയ്യിൽ. ഉമ്മ മരിക്കുമ്പോ എല്ലാം കൂടെ അവരെ കയ്യിൽ കൊടുത്തിട്ടും പോയി. ഒരു ഞങ്ങൾ ചെറിയ പിള്ളേരായിരുന്നതിന്റെ പേരിൽ എല്ലാ ബാധ്യതകളും അവരെ ഏൽപ്പിച്ചിട്ട് പിള്ളേരെ എല്ലാം ഏൽപ്പിച്ചിട്ട് 42 വയസ്സിൽ ക്യാൻസർ വന്ന ഉമ്മ മരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം എൻ്റെ അനിയത്തിമാരൊക്കെ ചെറിയ ചെറിയ പിള്ളേരൊക്കെ ആയിരുന്നു. അവരെയൊക്കെ അവർ ഓരോ വീടുകളിൽ കൂടെ നിർത്തി പിടിച്ചു വെക്കാൻ അങ്ങനെയൊക്കെ അവർ ജീവിച്ചു. ഞങ്ങൾ കഷ്ടപ്പെട്ടു ഇതുവരെ. ഞങ്ങൾക്ക് പിന്നെ ആ 94 എളിയമ്മ ഒരു കേസ് കൊടുത്തു, മൊത്തം മുതൽ സ്വത്ത് പങ്കുവെക്കണമെന്നും പറഞ്ഞ്. ആ കേസിന് ഞങ്ങൾ എല്ലാവരും പ്രതിയാണ്. ആ ഒരു കേസിൽ 98 തീർപ്പായപ്പോൾ അവര് കേസ് എളിയമ്മ കേസ് വാപ്പസ് മേടിച്ചു. ബാക്കി പേര് ആങ്ങളമാരെല്ലാവരും കൂടെ അവരൊരു ദയവ് ചെയ്ത് ഒരു ദയ തോന്നിയിട്ടാണ് അവർ വിട്ടുകൊടുത്തതില്ല. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഇരുന്ന് പങ്കുവെച്ചു. ഇപ്പോൾ കുറേ ഭൂമി ഈ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പുണ്ട് ഞങ്ങളുടേതായ ഭൂമികൾ. അത് ഞങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല കള്ളക്കളികളും കളിച്ചു. അന്ന് ആ തീർപ്പിൽ വന്ന് 98 കോടതിയിൽ ഞങ്ങൾ മരിച്ചതായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങളെല്ലാം ജമീല എന്ന് പറഞ്ഞ മരിച്ചത് 1-2 പേരെ മരിച്ചിട്ടുള്ളൂ. വ്യക്തി മരിച്ചിട്ടുണ്ടല്ലോ. 98 മരിച്ചിട്ട് 2026 വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. റംലാന്ന് പറഞ്ഞ വ്യക്തിയും ജീവനോടുണ്ട്. അവര് പക്ഷെ അതിനകത്ത് ചേർത്തിട്ടില്ല, ഈ കേസിൽ ചേർത്തിട്ടില്ല അല്ലെ? ഇതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അവരത് പറയാനുണ്ടോ? ഈ കോടതിയിലോ നമ്മുടെ കേരള ഗവൺമെന്റോ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ കോടതിയിലല്ല, ഞങ്ങൾക്ക് കൊടുത്ത വക്കീലുമാര് ബാക്കി പുറയിലുള്ളവരും താലൂക്കില് വില്ലേജിൽ ചെന്ന വിവരാശത്തെ പേപ്പർ വെച്ച് വില്ലേജിൽ ചോദിച്ചാൽ അവർ 8 വർഷം കരം അടച്ചില്ല, ഇനി ബാധ്യത സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാന്ന് പറയാണ്ട് ബാധ്യത സർട്ടിഫിക്കറ്റ് ശരിയായ രീതിയിൽ തെളിയുന്നില്ല, അത് തെളിയിച്ചുകൊണ്ട് പോകാന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അവിടെ താലൂക്കിലാണെങ്കിലും ഇതേ തന്നെ. എല്ലാവരും ഒരു ശരിയായ മറുപടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് 10 മക്കൾ 1 കൊല്ലത്തിൽ കൂടുതലായി. ഇതിന് എന്തെങ്കിലും ഒരു ശരിയായ ഒരു നടപടി വേണം ഞങ്ങൾക്ക്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇറങ്ങാൻ കാരണം വെച്ചാൽ റഫീഖ് മലയാളിക്കും ബുള്ളറ്റ് മണീനെ റഫീഖ് എന്ന് കേട്ടിട്ടുണ്ടാവും, മൂവാറ്റുപുഴക്കാരാണെങ്കിൽ. പിന്നെ നിലവിൽ പറഞ്ഞാൽ ഇത് എന്തിനാണ് തോന്നിയ വെച്ചാൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടായിട്ട് നമ്മുടെ ഈ വണ്ടി ഫീൽഡ് പണിയാൻ പറഞ്ഞ അഡ്വക്കേറ്റ് SIമാരൊക്കെ വരുന്നുണ്ട് അവിടെ. അപ്പോൾ അവരായിട്ട് അന്വേഷിച്ചപ്പോൾ നിൻ്റെ ഉമ്മ ഡെഡാളായിട്ടേക്കണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് പറഞ്ഞു. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയേക്കണേ. എൻ്റെ ഉമ്മ മരിച്ചതെന്ന്
അതെന്താന്നുള്ള തീർപ്പായ പേപ്പറിൽ ഞാൻ ഡെഡാന്ന് ഇട്ടേക്കണം. നസീമ ഡെഡാണ്, ജമീല ഡെഡല്ല. അതൊക്കെ നിലവിൽ അതിന്റെ ഇത് കോടതിയോ ഗവൺമെന്റോ ഇത് എന്താന്നുള്ള തീരുമാനം എടുക്കണം.